എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇലയടയുടെ റെസിപ്പിയാണ്. അതായത് എരിവുള്ള ഒരു ഇലയടയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓളെന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതായത് വീട്ടിൽ പൊടിച്ച അരിപ്പൊടിയാണ്, അല്പം തരിതരിപ്പുള്ളത്. ഇനി അതിലേക്ക് 2 സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം, അതായത് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അധികം ടൈറ്റ് ആവാതെ നമ്മൾ ഇലയടയ്ക്ക് പറ്റുന്ന മാതിരി മിക്സ് ചെയ്തെടുക്കണം. മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലതുപോലെ കുഴച്ചിട്ട് അല്പം ഓയിൽ ഒഴിച്ചിട്ട് അവിടെ മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 3 കോഴിമുട്ട ബോയിൽ ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഇനി അതിന് മസാല ഉണ്ടാക്കാനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് 2 സവോള, മീഡിയം സൈസ് സവോള പൊടിയായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഒരു 3-4 അല്ലി വെള്ളുള്ളി, 2 പച്ചമുളക് പൊടിയായി അരിഞ്ഞത്, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് അങ്ങോട്ട് വഴന്ന് പോകേണ്ട ആവശ്യമില്ല, ഒരുവിധം ചെയ്താൽ മതി. അപ്പോൾ ഒത്തിരി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല ചേർത്ത് മിക്സ് ചെയ്തിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ ഏകദേശം നന്നായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ച മല്ലിയില ചേർത്ത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മളിതാ ഇതുപോലെ 1 കോഴിമുട്ട 4 കഷ്ണമാക്കിയിട്ടുണ്ട്. അതിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളൊക്കെ നന്നായി ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി ഇലയടയാവും. അപ്പോൾ അതിലേക്ക് ഇനി ഞാനൊരു 6 പീസ് ഇലയാണ് എടുത്തിരിക്കുന്നത്. നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ മാവ് ഞാനൊരു 6 ബൗളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഇലയിൽ ഇതുപോലെ നല്ല നൈസായിട്ട് പരത്തി കൊടുക്കുക. അപ്പോൾ ഈ ലൂസിൽ തന്നെ ആയിരിക്കണം മാവ് ഇരിക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് പരത്താൻ പറ്റും. അതിലേക്ക് 2 പീസ് മുട്ടയും കുറച്ച് മസാലയും ചേർത്ത് ഇതുപോലെ അങ്ങോട്ട് മടക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ മധുരം വെക്കുകയാണെങ്കിൽ അതിന് പകരം മുട്ടൻ്റെ ഇത് വെക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ 2 പീസ് മുട്ട എന്ന് പറയുമ്പോൾ 1 മുട്ടയുടെ പകുതി. ഒന്നുകൂടി ഞാൻ അതുപോലെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാ അടയും നമ്മൾക്ക് ഇതുപോലെ അങ്ങോട്ട് മടക്കിയെടുക്കാം. ഇനി ഒരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് വെള്ളം ഒഴിച്ച് ചൂടായി വരുന്ന സമയത്ത് ഈ മടക്കി വെച്ച അടകൾ അതിലേക്ക് വെക്കുക. എന്നിട്ട് ആവി കയറ്റണം. ഒരു അരമണിക്കൂറോളം ഇതൊന്ന് വെന്തോട്ടെ. ഒരു മീഡിയം സൈസിൽ വെച്ചാൽ മതി. വെള്ളം തിളച്ചതിന് ശേഷം ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഒന്നും ആയിട്ടില്ല, നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം. വീണ്ടും ഒരു 15 മിനിറ്റും കൂടി അത് ഇരിക്കണം. അപ്പോഴേ ആ മാവൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫാക്കി ചൂടാറിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് നമ്മളത് എടുത്തു വയ്ക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ടും വലിയവർക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമായിരിക്കും. ഞാനിതൊന്ന് തുറന്ന് കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.